തറാവീഹ് 20 എന്നതിന് ഏറ്റവും പ്രബലമായ പ്രമാണം ഇജ്മാ ഉണ്ട് എന്നാണ്. ഇജ്മാ ഉള്ളതോടുകൂടെ അത് നിഷേധിക്കൽ ബിദ്അത്തായിട്ട് മാറുകയാണ്, വിശ്വസിക്കൽ നിർബന്ധമായിട്ട് മാറുന്നു. ആ മഹത്തായ പ്രമാണമാണ് നമ്മുടെ പ്രമാണം. 20 റക്അത്താണ് തറാവീഹ് എന്നതിനും നമ്മുടെ മദ്ഹബിൽ മദീനക്കാരല്ലാത്തവർക്ക് 20 റക്അത്താണ് തറാവീഹ് എന്നാണ് നമ്മുടെ മദ്ഹബ്. അതിന് മദ്ഹബിൻ്റെ ഇമാമുകൾ, മദ്ഹബിനെ തെഹ്രീർ ചെയ്ത പണ്ഡിതന്മാർ വളരെ വിശദമായി തന്നെ അത് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ടെന്നും അതിലേറ്റവും മുന്തിയ തെളിവ് ഇമാം നവവി തങ്ങൾ അവരുടെ പോലുള്ളവരൊക്കെ മനസ്സിലാക്കി തരുന്ന തെളിവ് ഇജ്മാ ആണെന്നും സ്ഥാപിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അക്കൂട്ടത്തിൽ വന്ന ഒരു പരാമർശമാണ് ഹദീസുകൾ സംബന്ധിച്ച പരാമർശം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 ദിവസമാണ് ആ നമസ്കാരം നിർവഹിച്ചത്, തറാവീഹിനെ ആധാരമാക്കാവുന്ന നിസ്കാരം. അതെല്ലാവർക്കും അറിയാം. അവിടുത്തെ അവസാന ജീവിതത്തിൻ്റെ അവസാന കാലത്താണ് നബി തങ്ങൾ അങ്ങനെ നിസ്കരിച്ചത്. നമ്മുടെ ഈ ഉമ്മത്തിനെ വിഷമിപ്പിക്കാതിരിക്കാൻ, അതൊരു നിർബന്ധ ബാധ്യതയാണെന്ന് ആരും ധരിക്കാതിരിക്കാൻ, വളരെ അള്ളാഹുവിൻ്റെ റസൂൽ ഈ ഉമ്മത്തിനോടുള്ള റഹ്മത്ത് കൊണ്ട് തന്നെ അവസാനം വരെ കാത്തിരുന്ന് അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം അവസാനമാണ് ഈ നിസ്കാരം പഠിപ്പിക്കുന്നത്. ആ നിസ്കരിച്ച നിസ്കാരം 3 രാത്രികളിലാണ്. അത് എത്ര റക്അത്താണെന്ന് പ്രബലപ്പെട്ട രീതിയിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് അവിടെ സംസാരിക്കുന്നത്. അത് എത്ര റക്അത്താണ് നബി നിസ്കരിച്ചത്? 20 റക്അത്തായിരുന്നു ആ നിസ്കരിച്ചത് എന്നൊരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിനെ ഇമാം റാഫി റളിയല്ലാഹു അൻഹു പോലുള്ളവർ തെളിവാക്കിക്കൊണ്ട് തന്നെ 20 റക്അത്താണ് എന്ന് മസല ഉറപ്പിക്കുന്നുണ്ട്. ഇമാം നവവി പക്ഷേ അത് തെളിവാക്കുന്നില്ല. ഇമാം നവവി അത് ലഈഫായ ഹദീസാണ്, ആ 20 റക്അത്തുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഹദീസ് റിപ്പോർട്ടർമാർ ബലമില്ലാത്തവരാകുമ്പോൾ സനദിൽ മോശം വരുമ്പോൾ ആ സനദ് അപ്രബലമാണെന്ന് പറയും. അപ്രബലമായ ഹദീസ് കൊണ്ട് ഹുക്മിന് ലക്ഷ്യം പിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു തങ്ങളടക്കമുള്ള നമ്മുടെ മദ്ഹബിൻ്റെ മുഹഖിഖീങ്ങളായ മുഹർരിരീങ്ങളായ പണ്ഡിതന്മാരുടെ സമർത്ഥനം. അപ്പോൾ അതനുസരിച്ച് ഈ ഹദീസല്ല നമ്മുടെ പ്രമാണം, ഇജ്മാ ആണ്. അത് അതിലേറെ ശക്തമാണ് എന്നാണ് അവിടെ പറഞ്ഞത്. അതേപോലെ തന്നെ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് എന്ന് പറഞ്ഞാൽ 8 റക്അത്ത് ഞാൻ നബിൻ്റെ കൂടെ നിസ്കരിച്ചു എന്ന് മൂപ്പരുണ്ട്. ഞാൻ നബിൻ്റെ കൂടെ 8 റക്അത്ത് നിസ്കരിച്ചു. ആ ഹദീസ് വളരെ പ്രബലമായ ഹദീസ് തന്നെയാണ് നമ്മുടെ ഇമാമിയങ്ങൾ പരിഗണിച്ചത്. അതിന് നമ്മുടെ ഇമാമിയങ്ങൾ വിവരം പറയുന്നത് മൂപ്പര് 8 റക്അത്തായിരിക്കും നിസ്കരിച്ചത്. അതിൻ്റെ മുമ്പുള്ള റക്അത്തൊക്കെ കഴിഞ്ഞിട്ടേക്കാറ് മൂപ്പര് വന്നത്. ഒന്ന്, അതല്ലെങ്കിൽ മൂപ്പര് നിസ്കരിച്ചത് ഒരു രാത്രിയിലായിരിക്കും. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 8 റക്അത്തായിരിക്കാം നിസ്കരിച്ചത്. ഇതാണ് സ്വഹീഹായ ഹദീസിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ മറുപടി. റിപ്പോർട്ട് സ്വഹീഹാണ്. പക്ഷെ അതുകൊണ്ട് തറാവീഹ് നിസ്കാരം എന്നും 8 റക്അത്ത് തന്നെയാകുന്നു എന്ന് സ്ഥാപിക്കാൻ ഈ ഹദീസ് പര്യാപ്തമല്ല. സ്വഹീഹായ ഹദീസാണെങ്കിലും ജാബിർ എന്നവർ 8 റക്അത്ത് നിസ്കരിച്ചു നബിൻ്റെ കൂടെ എന്നാണല്ലോ ആ ഹദീസിൻ്റെ ആശയം. അത് പ്രബലമാണ്. അത് പ്രബലമാണെങ്കിലും അത് അദ്ദേഹത്തിന് കിട്ടിയ 8 റക്അത്ത് സംസാരിച്ചതാവാം, അല്ലെങ്കിൽ അദ്ദേഹം നിസ്കരിച്ച അന്നത്തെ രാത്രി 8 റക്അത്ത് നിസ്കരിച്ച റിപ്പോർട്ടാകാം. അതുകൊണ്ട് സ്വഹാബത്ത് 20 റക്അത്ത് നിസ്കരിച്ചതിനെ നിരാകരിക്കാൻ പറ്റില്ല എന്നാണ് നമ്മൾ ആ പരിപാടിയിൽ വിശദമായിട്ട് പറയുന്നത്. എത്രയോ മണിക്കൂർ നേരമല്ലേ നേർക്കുന്ന ഒരു പരിപാടി എന്നുള്ളത്. വിശദമാക്കിയതിൻ്റെ ശേഷം ചോദ്യോത്തരത്തിനും അവസരം കൊടുത്തിട്ടല്ലേ ആ ഇടപാട്. അത് പൂർണ്ണമാക്കി എടുക്കാപ്പോഴും കിട്ടുമല്ലോ അല്ലേ? ഇതിലൊക്കെ കിട്ടൂലേ? പൂർണ്ണമായിട്ട് ആ നേർക്കുന്ന പരിപാടി ആദ്യം മുതൽ അവസാനം വരെ പറ്റും. കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷം, എത്രയോ കൊല്ലങ്ങളായിപ്പത്, ഈ കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷം പണിപ്പുരകളിൽ ഇരുന്ന് കാണ്ട് പണികൾ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഒരു കഷ്ണം അപ്പുറത്ത് കഷ്ണം ഒച്ച ശരിയായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഫിറ്റാക്കുന്ന തരത്തിൽ ഓരോരോ കഷ്ണങ്ങൾ ഉണ്ടാക്കുന്ന പുലിവാലുകളാണ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെ യന്ത്രത്തിൻ്റെ സഹായത്തോടു കൂടെ തട്ടിപ്പ് നടത്തിയിട്ട് ചെയ്യുന്ന കുപ്രചാരണമാണ്. വളരെ വ്യക്തമായി ഒന്ന് നേർക്കുനെല്ല് സംസാരിച്ച ആൾ ഞാനാണ്, ഞാൻ മരിച്ചിട്ടില്ല, ഞാനിപ്പോൾ ഉണ്ട് ഹയാത്തിൽ, അപ്പം എന്താ ഞാൻ സംസാരിക്കാമെന്ന് എന്നോട് ചോദിക്കുക. 2, ആ നേർക്കുന്നതിൻ്റെ പരിപാടി ഫുള്ളായിട്ട് കിട്ടും. യൂട്യൂബിൽ നോക്കിയാൽ അന്നത്തെ ആ പരിപാടി ആദ്യന്തം ചോദ്യോത്തരമടക്കം ലഭിക്കും. അപ്പോൾ അതിൽ നോക്കി മനസ്സിലാക്കാവുന്നതാണത്. അപ്പം നമ്മളത് സംസാരിച്ചത് ഹദീസ് 20 റക്അത്ത് നിസ്കരിച്ചു എന്ന ഹദീസിൻ്റെ റിപ്പോർട്ട് അപ്രബലമാണെങ്കിലും 20 തന്നെയാണ്. കാരണം ഈ ഹദീസല്ല തെളിവ്, ഇജ്മാ ആണ് അതിന് തെളിവ്. സ്വഹാബത്തിൻ്റെ ഇജ്മാ ഉണ്ട്.
ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അവർ ജമാഅത്തായിട്ട് തറാവീഹ് നിസ്കരിച്ച് 20 റക്അത്താണ്. അപ്പോൾ 20 റക്അത്തുണ്ട് തറാവീഹ് എന്ന കാര്യം ഇജ്മാ കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ടിരിക്കെ അതിനെ അത്ര തന്നെ പോരാത്ത ഖബർ വാഹിദിൻ്റെ ഹദീസ് നോക്കേണ്ടതില്ലല്ലോ എന്നാണ് ആ നേർക്കുനേർ പരിപാടിയിൽ നമ്മൾ സംസാരിച്ചത്.